വീണ്ടും എത്തും. സുനിഷ അയ്യലൂരാണ് നമുക്കൊപ്പം ചേർന്നത്. ഈ ചുറ്റുമുള്ള തട്ടിപ്പുകാരെ കുറിച്ചൊക്കെ കേട്ടങ്ങ് ആകെ ഡൗൺ ആയിപ്പോയി. മറ്റേ സിനിമയിൽ പറയുന്നത് പോലെ ആകെ സെഡായി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് തൃശ്ശൂരിൽ നിന്ന് അടുത്ത വാർത്ത വരുന്നു. തൃശ്ശൂർ ജില്ലാ ആശുപത്രിക്ക് സമീപം മരം വീണ് ഓട്ടോ തകർന്നു. ജെയ്സൺ ചാമവളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ജെയ്സൺ ചാമവളപ്പിൽ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വെള്ളം കയറ്റി, ഇന്നിപ്പോൾ മരം ഒടിച്ചിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് തൃശ്ശൂരിൽ മുഴുവൻ കെടുതിയാണല്ലോ. ജെയ്സൺ, കേൾക്കാമോ? വലിയ മരമാണോ വീണ് കിടക്കുന്നത്? ആർക്കെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ നമുക്ക് ഏറ്റവും പെട്ടെന്ന് കാണിക്കാനാകുന്നത് ഒരു വൻമരം രണ്ടായി പിളർന്ന് പ്രധാന തൃശ്ശൂർ സെന്റ് തോമസ് റോഡ് പരിസരത്തേക്ക് വീഴുകയായിരുന്നു. അതിനടിയിലുണ്ടായിരുന്ന ഒരു ഓട്ടോ പൂർണ്ണമായും തകർന്നു. അതിനകത്ത് ആളുണ്ടായിരുന്നില്ല എന്നതാണ് ഒരു ആശ്വാസം. ഇപ്പോൾ തൃശ്ശൂർ സെന്റ് തോമസ് റോഡ്, അതായത് മണ്ണുത്തിയിലേക്ക് പോകുന്ന റോഡ് അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ഗതാഗുരുക്ക് എന്ന് പറയാൻ കഴിയില്ല. സ്വരാജ് റൗണ്ടിലൂടെ മറ്റു വഴിയിലൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും. വലിയ മരമാണ്. വലിയ മരം രണ്ടായി പിളർന്ന് പ്രധാന വഴിയിലേക്ക് വീഴുകയായിരുന്നു. ഇപ്പോൾ ആ മരം രണ്ടായി പിളർന്നതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാനാകും. ഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. അത്രയേറെ യാത്രക്കാർ പോകുന്ന ഒരു വഴിയിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത്. ഇത് എപ്പോഴുണ്ടായി ചേട്ടാ? 20 മിനിറ്റ് ഉണ്ടാവും. 20 മിനിറ്റ് നേരം. നിങ്ങളിവിടെ ഉണ്ടായിരുന്നു? അല്ലേ, ഞങ്ങൾ ഉള്ളിലെ ഡ്യൂട്ടിയിലായിരുന്നു. സൗണ്ട് കേട്ട് ഓടി വന്നതാ. ഞാൻ ഇത് ഒരു 25 മിനിറ്റ് മുമ്പ് ആകെ തീയായിരുന്നു. തീക്കട്ട പൊട്ടിയിട്ട് ലൈൻമേലേക്ക് വീണു, ഓട്ടോറിക്ഷയിലേക്ക് വീണു. ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ ആരും ഉള്ളിൽ പെട്ടിട്ടില്ല. ആൾക്കാർ ആരും ഉള്ളിൽ പെട്ടിട്ടില്ല. അപ്പൊ ഓട്ടോറിക്ഷ മാത്രമല്ല, ഞാൻ ഇവിടേക്ക് ഓടി വന്നു. ഓട്ടോറിക്ഷയുടെ ഉള്ളിൽ ആളുണ്ടായിരുന്നില്ല. ഉള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. ഓട്ടോറിക്ഷ 2 പോയി തൊഴിലാളികളുടെ ഓട്ടോറിക്ഷ, ഇവിടുത്തെ യൂണിയൻകാരെയാ. ഇത് വീണ് ഈ ഒരു ബസ് അപ്പുറത്തേക്ക് കടന്നു. ആ ബസ്സിൽ ആൾക്കാർ രക്ഷപ്പെട്ടു. ഓട്ടോറിക്ഷ വന്നില്ല. ഇവിടെ അടിയിൽ പെട്ടിരുന്നെങ്കിൽ വലിയ ദുരന്തം ഉണ്ടായിരുന്നു. ആ ഒരു 5-8 ആളുകൾക്ക് പരിക്കും ഇത് പറ്റിനെ. അങ്ങനെ. അപ്പൊ ഇത് അങ്ങനെ കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല, തന്നെ വീഴായിരുന്നു. പൊട്ടി വീണു. അപ്പൊ ഈ ലൈൻ പൊട്ടിയോ പൊട്ടിയോ ഭയങ്കര സ്ഫോടനായിരുന്നു. ഭയങ്കര ഒച്ചത്തിലുള്ള സ്ഫോടനായിരുന്നു. ഇതിന് മുൻപ് അത് മരം വീഴാറായി നിൽക്കുന്നു. വലിയ മരമാണല്ലോ അല്ലെ? ഒന്നുമില്ല, ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. മരത്തിന്റെ അടിയിൽ കേടുണ്ട്. വലിയ മരമാണ്. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതായത് ബസ് കടന്നു പോകുമ്പോ അപ്പൊ തന്നെയാണ് മരം വീണത്. ബസ് സ്റ്റോപ്പിലെ തീ വീണു. ഈ ഓട്ടോയിൽ ആളുണ്ടായിരുന്നില്ല. സുജിയ, നമുക്ക് വൻ ദുരന്തം ഒഴിവായി എന്ന് പറയേണ്ടി വരും. സത്യത്തിൽ ഒരു ബസ് കടന്നു പോയ അപ്പോൾ തന്നെയാണ് ഈ മരം വീഴുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വൻ മരമാണ് രണ്ടായി പിളർന്ന് പ്രധാന വഴിയിലേക്ക് പോകുന്നത്. നിരവധി ആളുകൾ, ജോലിക്കാർ, അതുപോലെ നാട്ടുകാർ, നിരവധി പേർ എത്തിച്ചേരുന്ന, അവർ കടന്നു പോകുന്നൊരു വഴിയാണ്. തൃശ്ശൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് തൃശ്ശൂർ സെന്റ് തോമസ് റോഡ്. ആ റോഡിലാണ് ഇത്തരം ഒരു വലിയൊരു അപകടം ഉണ്ടായത്. ഇപ്പോൾ ഗതാഗതം നിലച്ചു. അതോടൊപ്പം തന്നെ ഇവിടെ ഇലക്ട്രിസിറ്റി പൂർണ്ണമായും ആ പോസ്റ്റുകളെല്ലാം ഒടിഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥിതിയാണ്. അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു പോയിട്ട് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം എന്ന് കരുതുന്നു. ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മരം മുറിച്ചു മാറ്റുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. പരിപാടികളിലേക്ക് ജെയ്സൺ ചാവോളപ്പിൽ ആ മരം അത് അപകടാവസ്ഥയിലുള്ള മരമായിരുന്നോ? വഴിവക്കിലുള്ള അപകടാവസ്ഥയിലുള്ള മരങ്ങളൊക്കെ വലിയ മഴയ്ക്ക് മുന്നേ മുറിച്ചു മാറ്റാറുണ്ട്. ഇത് ആ മരത്തിന്റെ ഉൾഭാഗമൊക്കെ ഈ ദ്രവിക്കുന്ന അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു മരമായിരുന്നോ അത്? നിലവിൽ അപകടാവസ്ഥ പ്രത്യക്ഷത്തിൽ മരത്തിനുണ്ടായിരുന്നില്ല. പക്ഷേ ആ മരം ഒരു ഭാഗം വലിയ രീതിയിൽ കേടുവന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു വൻമരം രണ്ടായി പിളർന്ന് വീഴുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇലക്ട്രിസിറ്റിയുടെ മുഴുവൻ പോസ്റ്റുകളും ഒടിഞ്ഞ് തകർന്ന് വീണെടുക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇലക്ട്രിസിറ്റിയുടെ 2 പോസ്റ്റുകൾ ഒടിഞ്ഞു വീണിരിക്കുന്നു. കമ്പികൾ മുഴുവൻ റോഡിലേക്ക് വീണ് കിടക്കുന്നു. ഒരു പക്ഷേ വലിയൊരു ദുരന്തം ഉണ്ടാകേണ്ടിയിരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. അത്രയേറെ ആളുകൾ സഞ്ചരിക്കുന്ന, പ്രത്യേകിച്ച് ഇപ്പോൾ വർക്കിംഗ് ടൈമാണ്. ആളുകൾ ജോലിക്ക് വരുന്നവർ, നിരവധി ബസ്സുകൾ കടന്നു വരുന്ന വഴി, തൃശ്ശൂർ പാലക്കാട് റൂട്ടിലൂടെയുള്ള ബസ്സുകളെല്ലാം കടന്നു വരുന്ന വഴിയാണ് തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൻ്റെ, അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിയുടെയും അരികുവശത്താണ് ഇത്രയും വലിയ ഒരു അപകടം ഉണ്ടായത്. നമുക്ക് കാണാം കമ്പി, ഒരു പക്ഷേ ആ കമ്പി ഏതെങ്കിലും ബസ്സിന് മുകളിലേക്കാണ് വീണിരുന്നെങ്കിൽ നിരവധി പേർക്ക് വലിയ രീതിയിലുള്ള
ജീവഹാനി വരെ സംഭവിക്കാവുന്ന സ്ഥിതിയിൽ ഈ കാര്യങ്ങൾ എത്തിച്ചേരുമായിരുന്നു. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, ഒരു ബസ് കടന്നുപോയി അപ്പോൾ തന്നെയാണ് ഈ മരം ഒടിഞ്ഞു വീഴുന്നത്. ആ മരത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ആ വൻമരത്തിന്റെ ദൃശ്യങ്ങൾ കൂടി കാണാനാകുന്ന ആ വൻമരമാണ് രണ്ടായി പിളർന്ന് ഒരു ഭാഗം റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ അരികിലൂടെ നടന്നു വരുന്ന ആളുകളെ കാണാം. ഇവരെല്ലാവരും വിവിധ ജോലികളും വിവിധ ആവശ്യങ്ങളുമായി നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സമയം എന്ന് പറയുന്നത് തൃശ്ശൂർ നഗരത്തിലേക്ക് ആളുകൾ ഒരുപാട് എത്തിച്ചേരുന്ന ഒരു വഴിയാണ്. ഈ വഴിയിലാണ് അതീവ അപകടാവസ്ഥയിൽ ഒരു മരം പിളർന്നു വീഴുന്നത്. അതോടൊപ്പം തന്നെ വൈദ്യുത കമ്പികൾ പൊട്ടി വീഴുന്നത്, വൈദ്യുത കാലുകൾ തകർന്നു വീഴുന്നത്. ഒരു ബസ് കടന്നുപോയി ഏതാനും സെക്കൻഡുകൾക്കകമാണ് ഇതുണ്ടായത് എന്നതാണ് ഏറെ ഭയാനകരമായ കാര്യം. പക്ഷേ ആശ്വാസം എന്ന് പറയട്ടെ, ഒരു ആളപായം ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. അതോടൊപ്പം ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു പോയി. ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ് ഈ വാഹനം വീണത്. ആ ഓട്ടോറിക്ഷ പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഓട്ടോറിക്ഷയിൽ ആളുണ്ടായിരുന്നില്ല, ഇവിടുത്തെ തൊഴിലാളികളുടെ ഓട്ടോറിക്ഷയായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു അപകടവും ഒഴിവായി. സത്യത്തിൽ ഇന്നത്തെ പ്രഭാതം ഒരു വൻ ദുരന്തത്തിന് വാർത്ത വരുമായിരുന്ന ഒരു പ്രഭാതത്തിൽ നിന്ന് ഒരു ആശ്വാസം എന്ന് വേണമെങ്കിൽ ഒരു പക്ഷേ ഇത് പറയേണ്ടി വരും. കാരണം ഞാനിത് ആവർത്തിച്ച് പറയാനുള്ള കാരണം, തൃശ്ശൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് തൃശ്ശൂർ സെന്റ് തോമസ് റോഡ്, ജില്ലാ ആശുപത്രി, സെന്റ് തോമസ് കോളേജ് തുടങ്ങി നിരവധി പ്രധാന സ്ഥാപനങ്ങളുള്ളത്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ പാലക്കാട് റോഡിലൂടെ നിരവധി വാഹനങ്ങൾ കടന്നു വരും. തൃശ്ശൂർ പാലക്കാട് റോഡാണ്. തൃശ്ശൂർ പാലക്കാട് വഴിയിലൂടെ നിരന്തരമായി നിരവധി ബസ്സുകൾ കടന്നു വരുന്ന വഴിയാണ്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ജീവനക്കാരെത്തി വളരെ പാടുപെട്ടാണ് ഇപ്പോൾ മുറിച്ചു മാറ്റാൻ. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും കമ്പുകൾ മുറിച്ചു മാറ്റുന്ന ആ മരത്തിന്റെ ആ വലിപ്പം തന്നെ കണ്ടാൽ അറിയാം അതിന്റെ ഭീകരത എത്രയാണെന്ന്. വലിയ മരം, ഏതാണ്ട് ഒരു 2 പേർ വട്ടം നിന്ന് പിടിച്ചാൽ പോലും എത്താൻ കഴിയാത്ത ഒരു വൻമരം, ആ മരം രണ്ടായി പിളരുന്ന ഒരു സാഹചര്യം. അതിന് കാരണം അതിന്റെ അടിയിലെ കേടുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. അത്തരത്തിൽ കേടുകളുള്ള ഒരു മരമായിരുന്നു. പക്ഷേ പുറത്തേക്ക് ആ കേടുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ അത് മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താതിരുന്നത്. ജെയ്സൺ, ഒരു കാര്യം ചോദിക്കട്ടെ. ദുരന്തം ഒഴിവായിരിക്കുന്നു. തീർച്ചയായും വലിയ ദുരന്തമാണ് ഒഴിവായത്. ജെയ്സൺ, നോക്കൂ, ഇലക്ട്രിക് പോകുന്ന ആ ഭാഗത്തേക്ക് ഇത്രയും ചില്ലകളുള്ള ഒരു മരം പടർന്നു നിൽക്കുകയായിരുന്നു. ആ ലൈനിന് പുറത്തേക്കാണ് പോസ്റ്റ് അടക്കം കടപുഴകി ചരിഞ്ഞു നിൽക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇത്രയും ചില്ലകളുള്ള മരങ്ങളുടെയൊക്കെ ചില്ല കോതുന്ന പരിപാടിയൊക്കെ നേരത്തെയൊക്കെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള ക്രമീകരണങ്ങളൊന്നും ഈ മഴയ്ക്ക് മുൻപേ ഒരു ത്വരിതഗതിയിൽ നടത്തുന്ന ഒരു സാഹചര്യമൊന്നും ഇപ്പോൾ ഇല്ല എന്നാണോ? സുജിയ, അങ്ങനത്തിൽ പൂർണ്ണമായും നമുക്ക് ഇവരെ കുറ്റപ്പെടുത്താനാണ്. കാരണം ഇത്തരത്തിലുള്ള നിരവധി മരങ്ങൾ നിറഞ്ഞ ഒരു നഗരമാണ് തൃശ്ശൂർ. സ്വരാജ് റൗണ്ടിന് ചുറ്റും ഇത്തരത്തിൽ റോഡുകളിലേക്ക് മാറി നിൽക്കുന്ന നിരവധി മരങ്ങളുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ നഗരത്തിന്റെ ഏതാണ്ട് ഒരു മേഖല മുഴുവൻ മരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ മരങ്ങളുടെയും ചില്ലകൾ വെട്ടിമാറ്റുക എന്നത് പ്രായോഗികമല്ല. പക്ഷേ ഇത്തരത്തിലൊരു അപകടാവസ്ഥ ഈ മരത്തിന് പുറത്തു നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുമായിരുന്നില്ല. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ട, ഈ വീഴുന്ന ദൃശ്യങ്ങൾ കണ്ട അദ്ദേഹത്തോട് വീണ്ടും ഒന്ന് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. യഥാർത്ഥത്തിൽ എത്ര മണിയോട് കൂടിയായിരുന്നു സംഭവം ഉണ്ടാകുന്നത്? ഇത് ഒരു 8:30 മണിക്ക് സംഭവം ഉണ്ടായിരുന്നു. 8:25 8:25. നിങ്ങൾ എവിടെ നിൽക്കണ്ടായിരുന്നു? ഞാൻ ഇതിന്റെ പുറകിൽ നിൽക്കണ്ടായിരുന്നു. ആ ടാങ്കിന്റെ അവിടെ പത്രം വായിക്കായിരുന്നു. ഇത് പൊട്ടി വീണപ്പോ ഞാൻ ഓടി വന്ന് നോക്കിയപ്പോ ഈ മരം ശരിക്കും നിലംപതിക്കണ്ടേ. ആകെ തീകോളം, ഇവിടെ തീകോളം. ഈ ലൈൻ വലിയ 1000 kV ലൈനൊന്നും ഉണ്ടത്. അത് പൊട്ടി വീണു. ആ പോസ്റ്റ് അടക്കം പൊട്ടി വീണ് ഇവിടെ തീക്കട്ടയായിരുന്നു. അവിടെ ഈ സമീപത്ത് ഈ റോഡിൽ ആരെങ്കിലും ആളുകളുണ്ടായിരുന്നു? ആരുണ്ടായിരുന്നു. ഒരു ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ വഴി വലിയ കാര്യത്തിൽ ഗതാഗതം നടന്നില്ലേ. അത് കാരണം കൊണ്ട് ആളപായം ഉണ്ടായില്ലേ. ബസ് നിറയെ ആളുകളുണ്ട്. സാമാന്യ സീറ്റിങ്ങിന് ആളുണ്ടായിരുന്നു. അവിടെ ഒന്നും ബസ് സ്റ്റോപ്പിൽ ആളുകൾ ഇറങ്ങിയല്ലോ. അപ്പൊ ഇറങ്ങിയ നേരത്താണ് ഇത് വിളിച്ചത്. അപ്പൊ അവര് ആകെ സ്റ്റാൻഡായി പോയി. അവരെ ലൈൻമേലേക്ക് ഒരു വയറ് നിന്നു. അപ്പൊ ഡ്രൈവർ ഭയപ്പെട്ടു. അത് മറ്റേ വയറായിരുന്നു. ഈ സൈഡിലൂടെ ഇപ്പൊ സാധാരണ ഫുട്പാത്ത് ഉള്ളതാണ്. ഈ സൈഡിലൂടെ ആളുകൾ നടന്നു പോകുന്ന സ്ഥിതി ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് ആൾക്കാർക്ക് ആളപായം ഉണ്ടായില്ല. ആ ബസ്സിന് മുകളിൽ വീടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ആളപായം ഉണ്ടാവും. മരണം വരെ സംഭവിക്കാം. പിന്നെ ഗുരുതരമായിട്ടുള്ള മരത്തിന് പുറത്തു നോക്കുമ്പോൾ വലിയ കേടുപാടുകളൊന്നും കാണുന്നില്ല. ഉണ്ടായിരുന്നില്ല. വെള്ളം ഇറങ്ങിണ്ട്, മുകളിൽ വെള്ളം ഇറങ്ങിണ്ടായിരുന്നു. അങ്ങനെയാണ് കേടുവന്നത്. ഇപ്പൊ ഈ ആ ഭാഗത്തേക്കുള്ള മരം കൂടി ആളപായം ഉണ്ടാക്കും. ഇപ്പൊ അങ്ങോട്ട് നിൽക്കണ മരം ഉണ്ടല്ലോ, ബാക്കി പോർഷൻ അത് സമീപത്ത് തന്നെ വീഴും. അങ്ങനെ നിൽക്കണത്.
ഏതായാലും സുജയ, നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം വൻ ദുരന്തം ഒഴിവായി എന്നതാണ് പ്രധാനമായും ആവർത്തിച്ച് പറയേണ്ടത്. കാരണം ഒരു ബസ്സിന് മുകളിലേക്ക് ഇത്രയും ഒരു വൻ മരം വീണിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നാം ആ മരത്തിന്റെ കടയിലേക്ക് ക്യാമറ എടുക്കാമെന്ന് തോന്നുന്നു. കാരണം അത്രയേറെ ഉള്ളിൽ പുതലിച്ചിട്ടുണ്ട്. പക്ഷേ പുറത്തേക്ക് അതിന്റെ യാതൊരു പാടുകളും കാണാത്ത രീതിയിലായിരുന്നു ആ മരം നിന്നിരുന്നത്. ഒരു രണ്ടുപേർ പിടിച്ചാൽ പോലും കയ്യെത്താത്ത വലിപ്പമുള്ള ഒരു മരമാണത്. തീർച്ചയായും വലിയ ദുരന്തമാണ് ഒഴിവായത്. ജെയ്സൺ ചാമവളപ്പിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജെയ്സൺ, ഇപ്പോൾ ആ മരത്തിന്റെ ചുവട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, മരം പിളർന്ന ഭാഗത്തേക്കുള്ള ദൃശ്യങ്ങൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് അതിലേക്ക് സൂം ചെയ്യുമെന്ന് കരുതുന്നു. യഥാർത്ഥത്തിൽ ആ മരത്തിന് കേടുപാടുകൾ ഉണ്ടായിരുന്നു. അതായത് ആ മരത്തിനുള്ളിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ജെയ്സൺ കാണിക്കുന്നത്. ജെയ്സൺ അതിനടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റും അവിടേക്ക് എത്തുകയാണ്. ആ ഒരു ഭാഗം, അത് പിളർന്നു വീണ ഭാഗത്ത് ഉള്ളിൽ പോടുള്ള ഒരു മരമായിരുന്നു എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് കാണിച്ചു തരുന്നത്. പ്രേക്ഷകർക്കും വ്യക്തമാകും അങ്ങനെയുള്ള ഒരു മരമാണ് ആ വഴിവക്കിൽ നിന്നിരുന്നത്. നോക്കൂ, ആ മരത്തിന്റെ പൂർണ്ണമായും അത് കേടുവന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു മരമാണ് ഈ വലിയ മഴയിൽ. ജെയ്സൺ, രാവിലെ ഇവിടെ കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു. ആ മരത്തിന്റെ ഉൾഭാഗം കണ്ടാൽ ഏത് നിമിഷവും വീഴാനായി നിൽക്കുകയായിരുന്നു. ശക്തമായ ഒരു കാറ്റിൽ അത് നിലം പതിച്ചതാണ് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. സുജിയ, രാവിലെ കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഇതിൽ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം. കാലത്ത് ചെറിയ രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വലിയ ഒരു മഴയായിരുന്നില്ല. പിന്നെ കുറച്ച് നേരത്തെയാണ് മഴയ്ക്ക് അല്പം ശക്തി പ്രാപിക്കുന്നത്. എങ്കിൽ പോലും ഒരു കാറ്റോ മറ്റേതെങ്കിലും രീതിയിലുള്ള സംഭവമോ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് മരം വീഴുകയായിരുന്നു. അതിനർത്ഥം ഈ മരം ഉള്ളിൽ പുതലിച്ച് നിൽക്കുകയായിരുന്നു. ഏതാണ്ട് വീഴാൻ പാകത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി പുതലിച്ച് നിൽക്കുന്ന ഒരു മരമായിരുന്നു. പക്ഷെ പുറത്തേക്ക് അതിൻ്റെ യാതൊരു പാടുകളും ഉണ്ടായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട അപ്പുറത്തെ രണ്ട് ഭാഗത്തും ജില്ലാ ആശുപത്രിയുടെ കെട്ടിടങ്ങളാണ്. രണ്ട് ഭാഗത്ത് പണ്ട് മെഡിക്കൽ കോളേജ് ഇരുന്ന സ്ഥലമാണ്. ഇപ്പോൾ അത് മെഡിക്കൽ കോളേജ് മുളവന്താവിലേക്ക് മാറിയപ്പോൾ ആ സ്ഥലം ജില്ലാ ആശുപത്രിക്ക് കൈമാറുകയായിരുന്നു. ഇപ്പോൾ ജില്ലാ ആശുപത്രി രണ്ട് ഭാഗങ്ങളിലും അതിന് നടുവിലാണ് ഈ റോഡ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം എന്ന് പറയേണ്ടത് നിരവധി വൈദ്യുത കമ്പികൾ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനെങ്കിൽ വൈദ്യുത കമ്പികൾ കടന്നു പോകുന്ന വഴിയാണ്. ആ വൈദ്യുത കമ്പികൾ മുഴുവൻ പൊട്ടി താഴേക്ക് വീഴുന്നു. രണ്ട് പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുന്നു. ഒരു ഓട്ടോറിക്ഷ അതിൻ്റെ അടിയിൽ പെടുന്നു. ഓട്ടോറിക്ഷ ചതഞ്ഞു പോകുന്നു. അതിനുള്ളിൽ ആളുണ്ടായിരുന്നില്ല എന്നുള്ളൊരു ആശ്വാസമാണ് എന്നത് മാത്രമാണ്. എങ്കിൽ പോലും ഞാൻ വീണ്ടും പറയുന്നത്, ഒരു അപകടം, വൻ ദുരന്തം ഒഴിവായി എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ്. ഇത് തൃശ്ശൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ മരം വീഴുന്നത്. അതും ജനങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരുന്ന സമയം, തൊഴിലാളികൾ, ജീവനക്കാർ, അതുപോലെ തന്നെ വിവിധ ആവശ്യങ്ങൾക്ക് തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തുന്നവർ, ഇവരെല്ലാം നിരന്തരമായി എത്തുന്ന ഏകദേശം 8:20 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലൊരു സമയത്ത് ഒരു വലിയ മരം ഒരു ബസ്സിന് മുകളിലേക്ക് വീഴാനുണ്ടാകുന്ന സാഹചര്യം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്ന രീതിയിലല്ല. അത്രയേറെ ആളുകൾ തിങ്ങി നിറഞ്ഞു വരുന്ന ബസ് കടന്നു പോകുന്ന വഴികൾ. ആ ബസ്സിന് മുകളിലേക്ക് ഒരു മരം വീണിരുന്നെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നു. ഏതായാലും അത് ഒഴിവായി എന്ന വലിയ ആശ്വാസ വാർത്ത നാം വീണ്ടും പറയുന്നത്, ഇത്തരത്തിലുള്ള അപകടാവസ്ഥ നിൽക്കുന്ന മേഖലകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം വൻമരങ്ങൾ. പക്ഷെ പുറത്തേക്ക് അപകടാവസ്ഥ ഉണ്ടാവില്ല. പക്ഷേ അത് ഏതെങ്കിലും ഘട്ടത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഈ പ്രദേശത്ത്. മഴ ഇങ്ങനെ ചെറുതായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ മഴ പെയ്തു തുടരുക തന്നെയാണ്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ വീടുകളിലേക്കും ഇരച്ചെത്തിയ വെള്ളമായിരുന്നു. പക്ഷേ ഇന്ന് ആളുകൾ ചെറിയൊരു ആശ്വാസം എടുത്തിരിക്കുമ്പോഴാണ് ഒരു വൻ അപകടത്തിലേക്ക് ഒരു വൻമരം തൃശ്ശൂർ നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് വഴിയിൽ വന്നു വീഴുന്നു. ഒരു ബസ് തലനാരിഴ കടന്നു പോകുന്നു. ആ ബസ്സിന് മുകളിലേക്ക് വീണിരുന്നെങ്കിൽ ഒരു വൻ ദുരന്തം സംഭവിക്കുമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല എന്നുള്ള വലിയ ആശ്വാസമാണ്. പക്ഷേ തൊഴിലാളികളുടെ ഓട്ടോറിക്ഷ തകർന്നു പോയി. അതോടൊപ്പം തന്നെ ഈ സമീപത്തേക്കുള്ള വൈദ്യുതി ലൈനുകളെല്ലാം തകർന്നു കിടക്കുകയാണ്. ഫയർഫോഴ്സ് ആളുകൾ വളരെ പണിപ്പെട്ടാണ് ഇപ്പോൾ മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നത്. രാവിലെ ആയതുകൊണ്ട് വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ തൃശ്ശൂർ സെന്റ് തോമസ് റോഡ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ മുറിച്ചു മാറ്റുന്നുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. വലിയ ആശ്വാസം എന്നതാണ് ഒറ്റവാക്കിൽ പറയാൻ കഴിയുന്നത്. സുജയ. ഓക്കെ, ജെയ്സൺ ചാമവളപ്പിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. തൃശൂർ ജില്ലാ ആശുപത്രിക്ക് സമീപമാണ് മരം വീണ ഓട്ടോറിക്ഷ തകർന്നത്. വലിയ മരമാണ് രണ്ടായി പിളർന്ന് വീണത്. ഒരുപാട് ചില്ലകളുള്ള മരം. തൊട്ട് മുൻപാണ് ഒരു ബസ് അതുവഴി കടന്നുപോയത്. വലിയ ദുരന്തമാണ് ഒഴിവായത്. അതിന്റെ ദൃശ്യങ്ങളും റിപ്പോർട്ടുമാണ് പ്രേക്ഷകർ കണ്ടത്.